الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد ബഹുമാനികളെ, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ ഉയർത്തപ്പെട്ടതു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവിയുടെ ഇടയ്ക്ക് 600 വർഷങ്ങൾ ഉണ്ട്. അതിനിടയിൽ മുഴുവനും ജനങ്ങളുടെ സംസാരവും അന്വേഷണവും ഇനി വരാനിരിക്കുന്ന നബിയെക്കുറിച്ചായിരുന്നു. അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരും അത് സംബന്ധിയായി ജനങ്ങളെ പഠിപ്പിക്കുകയും അതിൽ നിന്ന് ബോധം ഉൾക്കൊള്ളുന്ന ആളുകൾ മറ്റൊന്നിലേക്കും തിരിയാതെ ആഗതനാകാതിരിക്കുന്ന എല്ലാവിധ പ്രത്യേകതകളും ഉള്ള ആ അന്ത്യദൂതനെ കാത്തിരിക്കുകയുമായിരുന്നു. അന്വേഷണങ്ങൾ പല നാടുകളിലും പല രൂപത്തിലും തുടരുകയും അങ്ങനെ ഒരു നബി വരാനുണ്ട് എന്ന വിവരം കിട്ടുന്ന ചില ആളുകൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന വിഗ്രഹാരാധനയിലേക്കോ മറ്റോ നീങ്ങാതെ നിഷ്പക്ഷരായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ വഴികേടിലും ദുർനടപ്പുകളിലും ദുരാചാരങ്ങളിലും സജീവമായി നീങ്ങുന്നവരായിരുന്നു. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുന്നവരൊക്കെ മക്കയിൽ നിന്ന് വരുന്ന ആളാണെന്ന് കണ്ടാൽ പ്രത്യേകം അവരോട് അന്വേഷണം നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കാതെ മാറി നിൽക്കുന്നവരിൽ ഒരാളായിരുന്നു അംർ ബിനു അബസത്തു സലമി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സമൂഹം വെച്ച് പുലർത്തുന്ന ഈ അന്ധമായ വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാത്ത ആളായിരുന്നു. അത് മിഥ്യയാണെന്നും ഈ വെറും കല്ലുകളെ ആരാധിക്കുന്നതിലൊരർത്ഥവുമില്ലെന്നും ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂത പണ്ഡിതന്മാരിൽ വേദഗ്രന്ഥക്കാരിൽപ്പെട്ട ഒരാളെ ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അഫ്ളലുദ്ദീൻ, ഏറ്റവും ഉത്കൃഷ്ട മതം ഏതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മക്കയിൽ ഒരാൾ വരാനുണ്ട്. നിങ്ങളുടെ ജനത ആരാധിക്കുന്ന ആരാധനകളെയെല്ലാം വെറുത്ത് അതിലേക്കൊന്നും കൂട്ടുനിൽക്കാതെ ശരിയായ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരാൾ വരാനുണ്ട്. അങ്ങനെ ഒരു വിവരം നിനക്ക് കിട്ടിയാൽ നീ അത് പിൻപറ്റുകയും അന്വേഷിക്കുകയും വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അംർ ബിൻ അബസത്തു സലമി പറഞ്ഞു, പിന്നെ എൻ്റെ മനസ്സിൽ മക്കയിൽ പോകണം എന്ന ഒരു ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് മക്കക്കാരെപ്പോൾ കണ്ടാലും അവിടുത്തെ വിവരം ചോദിക്കണം. അങ്ങനെ ഞാൻ ഇടക്കിടക്ക് മക്കയിൽ ചെല്ലും. വല്ലതും പുതിയ വിഷയങ്ങളുണ്ടോ എന്ന് ചോദിക്കും. അവർ പറയും ഒന്നുമില്ല, ഞാൻ തിരിച്ചു പോരും. മക്കയിൽ നിന്ന് വരുന്ന യാത്രാസംഘത്തെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, പുതിയ വല്ല വർത്തമാനവും മക്കയിലുണ്ടോ? അപ്പോഴും അവർ പറയും ഇല്ല. ഇങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള അന്വേഷണം. ഒരു ദിവസം ഒരു യാത്രക്കാരനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എവിടുന്നാ? അദ്ദേഹം പറഞ്ഞു, മക്കയിൽ നിന്നാണ്. പുതിയ വല്ല വിവരവും ഉണ്ടോ? അതേ, ഉണ്ട്. ഒരാൾ വന്നിട്ടുണ്ട് മക്കയിൽ. അദ്ദേഹം മക്കക്കാരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ആരാധിക്കുന്ന ആരാധനയിലൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇദ്ദേഹം തന്നെയായിരിക്കും. ഞാൻ ചോദിച്ചു, എവിടെയുണ്ട് നിങ്ങൾ ആ പറയുന്ന ആൾ?
എനിക്കൊന്ന് കാണണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നബിയാണ്, രഹസ്യപ്രബോധനം നടത്തുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതരായി 10-40 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണങ്ങളുടെ, ദീർഘകാലത്തെ അന്വേഷണങ്ങളുടെ പര്യവസാനമായിരുന്നു അത്. അംർ ബിൻ അബ്സത്തു സലമി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചെന്നു, തങ്ങൾ രഹസ്യപ്രബോധനത്തിൻ്റെ അവസ്ഥയിലാണ്. ഞാൻ ചോദിച്ചു, തങ്ങൾ ആരാണ്? നബിയാണ്. എന്താണ് നബി എന്ന് പറഞ്ഞാൽ? റസൂലാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ തങ്ങളെ അയച്ചത് ആരാണ്? അള്ളാഹുവാണ്. എന്ത് വിഷയവുമായിട്ടാണ് അയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിവരിച്ചു കൊടുത്തു. കുടുംബബന്ധം പുലർത്തണമെന്നും രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നും ജനങ്ങൾക്കുള്ള യാത്രാ സൗകര്യങ്ങൾ കവർച്ചക്കാരൊന്നുമില്ലാതെ സുരക്ഷിതമാക്കണമെന്നും വിഗ്രഹങ്ങളെ, അതിൻ്റെ ആ ആരാധനകൾ അവസാനിപ്പിക്കണമെന്നും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശവുമായിട്ടാണ് എന്നെ അള്ളാഹു അയച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ അയച്ച ഈ വിഷയം വളരെ സത്യസന്ധമായ വിഷയമാണ്. അഷ്ഹദുക അന്നി ഖദ് ആമന്തു ബിക വസദ്ദഖ്തുക. ഞാൻ നിങ്ങളെ വിശ്വസിച്ചു, അംഗീകരിച്ചു. ഞാൻ നിങ്ങളോടൊപ്പം താമസിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, ജനങ്ങളെല്ലാവരും ഇപ്പോൾ എൻ്റെ ഈ പ്രബോധനത്തെപ്പറ്റി സംസാരത്തിലും വെറുപ്പിലുമാണ് അവരെന്നെ ഈ ഘട്ടത്തിൽ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കുടുംബത്തിൽ തന്നെ താമസിക്കുക. എന്നിട്ട് ഈ വിഷയത്തിൽ എനിക്ക് കൂടുതൽ പുരോഗതിപ്പെടുന്നൊരവസ്ഥ നിങ്ങൾ കേട്ടാൽ അപ്പോൾ നിങ്ങൾ എന്നെ പിൻപറ്റുകയും എൻ്റെ കൂടെ വരികയും വേണം. അങ്ങനെ ഞാൻ തങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടു എന്ന വിവരം കേട്ടപ്പോൾ മദീനയിലേക്ക് ഞാൻ യാത്രയാവുകയും അവിടെ തങ്ങളോടുകൂടെ ഞാൻ താമസിക്കുകയും ചെയ്തു. ഇങ്ങനെ ധാരാളം ആളുകൾ ആ പ്രബോധന രംഗത്ത് തങ്ങളുടെ വരവിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നിടത്ത് സജീവമായിട്ടുണ്ടായിരുന്നു. അന്നുള്ള ജൂതപണ്ഡിതന്മാർക്ക് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയങ്ങളും കാര്യങ്ങളും നന്നായി അറിയാമായിരുന്നു. ഈ വരാനിരിക്കുന്ന നബിയെക്കുറിച്ച് എല്ലാവിധ വിവരങ്ങളും ജനങ്ങൾക്ക് കൈമാറിയതും യഹൂദി പണ്ഡിതന്മാരായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരടുത്തേക്ക് വന്നപ്പോഴേക്ക് ഇത് അവർ വിശേഷിപ്പിച്ച നബിയാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആ വിഷയങ്ങൾ മൂടിവെക്കുകയും മറക്കുകയും ചെയ്ത് ജനങ്ങളിൽ നിന്ന് തൽക്കാലം മുഖം മറക്കാനാണ് അന്നത്തെ ജൂതപണ്ഡിതന്മാരിൽപ്പെട്ട വലിയൊരു വിഭാഗം ആളുകൾ ശ്രമിച്ചത് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. പലർക്കും അത് അറിയാമായിട്ടും അവർ അത് രഹസ്യമായി സൂക്ഷിച്ചു വെച്ചു എന്ന് മാത്രമല്ല, വിശ്വസിക്കാൻ പോലും അവരതിന് കൂട്ടാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞ അവിടുത്തെ ഉപ്പാപ്പയാണ് കഅബ് ബിൻ ലുഅയ് ബിൻ ഗാലിബ്. വെള്ളിയാഴ്ചകളിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, നന്നായി പഠിക്കണം, ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയും, ഇരുൾ മുറ്റിയ രാത്രി, നല്ല പ്രഭ പരത്തുന്ന പകൽ, ഭൂമി തൊട്ടിൽ പോലെ അള്ളാഹു സൗകര്യപ്പെടുത്തി തന്നു, ആകാശം ഒരു ബിൽഡിങ് പോലെ മേൽക്കൂര പോലെയും പർവ്വതങ്ങളൊക്കെ ആണിക്കല്ലുകളായിട്ടും നക്ഷത്രങ്ങളൊക്കെ പ്രകാശം പരത്തുന്ന വിളക്കുകളായിട്ടും ഇങ്ങനെ നീണ്ട പ്രഭാഷണത്തിൽ അദ്ദേഹം പറയും, നിങ്ങൾ ഏതെങ്കിലും മരിച്ചുപോയ നശിച്ചുപോയ ആളുകൾ മടങ്ങി വന്നത് നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമോ? മരിച്ചുപോയവർ പുനർജീവിച്ചതായി നിങ്ങൾക്കറിയുമോ? അതുകൊണ്ട് യഥാർത്ഥ വീട് ഇതല്ല, നിങ്ങളുടെ മുന്നിൽ വരാനിരിക്കുന്ന പരലോകമാണ്. കാര്യം നിങ്ങൾ വിചാരിക്കും പോലെയല്ല. നിങ്ങളുടെ ഈ ഹറമ്, അതിനെ നിങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. നിങ്ങൾ ശരിക്ക് ഈ ഹറമിൻ്റെ എല്ലാ വിഷയങ്ങളും നന്നായി ശ്രദ്ധിക്കണം. ഈ ഹറമിനൊരു പ്രത്യേക വർത്തമാനം വരാനുണ്ട്. ഇത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിൻ്റെയും ഉപ്പാപ്പയായ കഅബ് ബിൻ ലുഅയിൻ്റെയും മരണത്തിനിടയിൽ 560 വർഷമുണ്ട്. ആ 560 വർഷം ഒരു 40 നമ്മളിങ്ങോട്ട് കീക്കുക, ബാക്കി 520.
520 വർഷമുണ്ട്. അപ്പോൾ 520 വർഷങ്ങൾക്ക് മുമ്പ്, 500 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തുന്ന വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ അദ്ദേഹം പറയും, വസയഖ്റുജു മിൻഹു നബിയ്യുൻ കരീം, നിങ്ങളിൽ ഒരു ബഹുമാന്യനായ പ്രവാചകൻ പുറപ്പെടാനിരിക്കുന്നുണ്ട്. നഹാറുൻ വലൈലുൻ കുല്ലു ഔബിൻ ബിഹാദിസി സവാഉൻ അലൈനാ ലൈലുഹാ വനഹാറുഹാ. നമുക്കെല്ലാ രാത്രിയും എല്ലാ പകലും സമമാണ്. രാത്രി വരുന്നു, പകല് പോകുന്നു, പകല് വരുന്നു, രാത്രി വരുന്നു. അലാ ഗഫലത്തിൻ യഅ്തിൻ നബിയ്യു മുഹമ്മദുൻ. ജനങ്ങളൊക്കെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന, അശ്രദ്ധയിലായി ജീവിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരും. യുഖ്ബിറു അഖ്ബാറൻ സ്വദൂഖൻ ഖബീറുഹാ. വിശ്വസിക്കാൻ പറ്റുന്ന നല്ല നല്ല വർത്തമാനങ്ങളും വാർത്തകളുമായിട്ട് അദ്ദേഹം വരും. എന്നിട്ട് ആ ഉപ്പാപ്പ പറയുന്നത്, അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, എപ്പോൾ 500 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അന്ന് കാലത്തുണ്ടെങ്കിൽ വളരെ ശക്തമായി അദ്ദേഹത്തിൻ്റെ കൂടെ ആ വിഷയത്തിൽ മുന്നിട്ടിറങ്ങാനും പ്രവർത്തിക്കാനും ഞാൻ ഉണ്ടാകുമായിരുന്നു എന്ന് ഒരു താല്പര്യം അന്നത്തെ ആ പ്രസംഗത്തിലൂടെ പ്രകടിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ മാർക്കറ്റുകളിൽ, ചന്തകളിൽ, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ എല്ലാം അന്ന് നടന്നിരുന്ന പ്രഭാഷണങ്ങളും വിഷയങ്ങളും സംസാരങ്ങളും വരാനിരിക്കുന്ന ദൂതൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചായിരുന്നു. തങ്ങൾ വരുന്നത് വരെ അങ്ങനെയുള്ളൊരു വിഷയത്തിൻ്റെ സംസാരം ജനങ്ങളിൽ സജീവമായി നിലനിൽക്കുന്നത് അവിടെ ആരും അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ ഇങ്ങോട്ട് പുറപ്പെടുവിച്ചതല്ല. എല്ലാവരും സംസാരിച്ച് മനസ്സിലാക്കി വിശ്വസിച്ച്, എല്ലാവരും മനസ്സിലാക്കി വിശ്വസിക്കാൻ പറ്റുന്ന പാകതയിലും പക്വതയിലുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു അയച്ചത്. കാരണം അടയാളങ്ങൾ തൗറാത്തിൽ നിന്നും ഇഞ്ചീലിൽ നിന്നും പകർന്നു കിട്ടിയ വിവരങ്ങൾ അത് വെച്ച് ജനങ്ങൾ സംസാരിക്കുകയാണ്. പുരോഹിതന്മാരും പണ്ഡിതന്മാരും അത് കൈമാറുകയാണ്. അപ്പോൾ ആ വിവരം അനുസരിച്ച് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും എല്ലാ അർത്ഥത്തിലും പറ്റുന്ന ആളുകളായിരുന്നു അന്ന് ജീവിച്ചിരുന്ന ആളുകൾ. ജൂത പണ്ഡിതന്മാർക്ക് ഇതിനെ സംബന്ധിച്ച് നല്ല വിവരമുണ്ടായിരുന്നു. ആ വിവരം അനുസരിച്ച് അവർ ഏറ്റുമുട്ടുമ്പോൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയം പറഞ്ഞവർ പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. ഗത്ഫാൻ ഗോത്രക്കാരോട് ഖൈബറിലെ ജൂതന്മാർ ഏറ്റുമുട്ടുമായിരുന്നു. ഏറ്റുമുട്ടിയാൽ ഖൈബറിലെ ജൂതന്മാർ വിരണ്ടോടും. അപ്പോൾ ഖൈബറിലെ ജൂതന്മാരെ ആട്ടിയോടിക്കാൻ ഗത്ഫാൻ ഗോത്രക്കാരോട് ഏറ്റുമുട്ടുമ്പോൾ യഹൂദികൾ, ഖൈബറിലെ ജൂതന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖി മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി അല്ലദീ വഅദ്തനാ അൻ തുഖ്രിജഹു ലനാ ഫി ആഖിരി സമാൻ അല്ലാ നസർതനാ അലൈഹിം. അന്നത്തെ ജൂതന്മാർ യുദ്ധം എന്ന നിലക്ക് ഏറ്റുമുട്ടുമ്പോൾ ഗത്ഫാൻകാരെ ആട്ടിയോടിക്കാൻ വേണ്ടി ദ്വാരക്കുന്നത് അവസാനം വരുന്ന മുഹമ്മദ് നബി ഉണ്ടല്ലോ അല്ലാഹ്, ആ മുഹമ്മദ് നബിയെ കൊണ്ട് ഈ സംഘട്ടനത്തിൽ ഞങ്ങൾക്ക് നീ വിജയം തരണം. ഇതവർ പ്രാർത്ഥിച്ച് ഏറ്റുമുട്ടാൻ പോയാൽ എപ്പോഴും ഗത്ഫാൻ ഗോത്രക്കാരെ ആട്ടിയോടിക്കുന്നൊരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ വരാനിരിക്കുന്ന നബി അങ്ങോട്ട് വന്നപ്പോൾ കഫറൂബിഹി, സ്വീകരിക്കാൻ അവർ മനസ്സ് കാണിച്ചില്ല. അവർ നിഷേധിക്കുകയും തള്ളിക്കളയുകയുമാണ് ചെയ്തത്. അപ്പോൾ 600 വർഷങ്ങൾക്കിടയിൽ അന്നത്തെ ഒരവസ്ഥ അന്വേഷണം, ബുദ്ധിയുള്ള ആളുകൾ അന്വേഷിക്കുകയും ചിന്തിക്കുകയും അത് വിവരങ്ങൾ കൈമാറുകയും ചർച്ചയുമായിരുന്നു വരാനിരിക്കുന്ന നബിയെക്കുറിച്ച്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ഏറെ പഠിക്കാനും പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ